വൈദ്യശാസ്ത്രത്തിലുള്ള അറിവ് നിയമ നടത്തിപ്പിനായി സഹായകമാകുന്ന വിഭാഗമാണ് ഫോറൻസിക് മെഡിസിൻ. ഇന്ന് നമ്മളോടൊപ്പം വളരെ സ്പെഷ്യലായിട്ടൊരു ഗസ്റ്റാണ് ചേരുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസറും ഫോറൻസിക് സർജനുമായ ഡോക്ടർ ഷാരിക മാം. ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ, ജസ്റ്റ് 2 ബൈക്ക് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതിൻ്റെ പുറകിലൊരു വാഴയുണ്ടായിരുന്നു. ഇയാളോട് ശത്രുതയുള്ള ഒരാൾ ആ വാഴയുടെ പുറകിൽ ഒളിച്ചു നിന്നിട്ട് ഇയാൾ വരുന്ന സമയം നോക്കി കുത്തിയതാണ്. ആക്സിഡൻ്റലാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കേസുകളും ഇങ്ങനെ, ചിലതിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റിൽ വലിയ സീരിയസ് ഇഞ്ചുറി ഇല്ലയെന്ന് വിചാരിക്കുന്നത് പോലും പെട്ടെന്ന് മരണം ഉണ്ടാക്കാറുണ്ട്. ഒരു 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു. അതിൽ ഒരാളാണ് ഭയങ്കര റാഷായിട്ട് വന്ന്, മറ്റേ ഒരു സാധാരണ പോയ ബൈക്കിൽ കൂട്ടിയിടിച്ചു. സാധാരണ പോലെ, അതായത് വലിയ റാഷ് അല്ലാതെ ഓടിച്ചു വന്ന ബൈക്കിലെ ആൾ തെറിച്ച് വീണു. അയാളുടെ തലയ്ക്ക് മുറിവ് പറ്റി, ചെറിയൊരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വെള്ളമൊക്കെ കുടിച്ചു, പെട്ടെന്ന് അയാളങ്ങ് മരിച്ചു. മുറിവുണ്ടാവും. അത് തന്നെയല്ല, അത് ചരിഞ്ഞ് ഒബ്ലീക്കായിട്ട് ഈ മേളിലോട്ടുള്ള ഒരു ചരിവ് അതിനുണ്ടായിരിക്കും. പക്ഷെ ഒരാൾ കഴുത്ത് മുറുക്കി കൊല്ലുവാണെങ്കിൽ അത് കുറച്ചുകൂടെ താഴെയാണ് വരിക. ഈ ആഡംസ് ആപ്പിളിൻ്റെയും താഴെയാണ് വരിക. കണ്ടിന്യൂസ് ആ കഴുത്തിന് ചുറ്റും ഉണ്ടാവും. മേളിലോട്ട് തൂങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും തൂങ്ങുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവാമല്ലോ. ആ ഗ്യാപ്പ് കഴുത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തൂങ്ങി മരിക്കും. പിന്നെ അത് ആദ്യമേ സീനിൽ പോയി ബോഡി കണ്ടതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് വന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിന് കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് അയാൾക്ക് ദേഹത്തൊന്നും അങ്ങനെ മുറിവില്ല, പക്ഷേ ആൽക്കഹോളിൻ്റെ നല്ല മണമുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നോർമൽ കപ്പാസിറ്റി പോവും ആൽക്കഹോളിൻ്റെ മണം വരുമ്പോൾ. അപ്പം നമുക്കറിയാം ഇതേ തെളിവുകൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പം തൂങ്ങി മരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒബ്ലീക്കാണ്, മുകളിലാണെന്ന്. ഇപ്പം തൂങ്ങി മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുഴുവനായിട്ട് തൂങ്ങിയാലേ മരണം സംഭവിക്കും. അങ്ങനെയില്ല. നമ്മുടെ ഒരു ഈ കഴുത്തിലെ ആ ലഗേച്ചറിലൊരു പ്രഷർ ഒരു 2 കിലോഗ്രാം 2 to 3 kg ആണെങ്കിൽ തന്നെ നമ്മുടെ കഴുത്തിലെ രക്തക്കൊഴലുകൾ ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ട്, ജുഗുലാർ വെയിൻസ് എന്ന് പറയും, വെയിൻസ് ഒബ്സ്ട്രക്റ്റ് ചെയ്തിട്ട് മരണം സംഭവിക്കാം. ഇപ്പം ആൾക്കാർക്കൊരു വിചാരമുണ്ട്, രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു, ബോഡി ഡോക്ടർ പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് മാറ്റി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ബന്ധുക്കളൊക്കെ വിചാരിക്കുന്നത് വേഗം പോസ്റ്റ്മോർട്ടം നടത്തി കിട്ടിയിരുന്നെങ്കിൽ ഉടനെ അവരെ വിളിക്കും. അവർക്ക് പരിചയമുള്ള ഡോക്ടർമാരെ എല്ലാവരെയും വിളിക്കും, വേഗം പോസ്റ്റ്മോർട്ടം നടത്തി തരണേ, ഫസ്റ്റ് കേസായിട്ട് ചെയ്തു തരണേ. 1-2 കേസുകളിൽ നമ്മളല്ലാതെ ക്രൈം സീനിൽ പോയിട്ടുണ്ട്. അല്ലാതെ ക്രൈം സീനിൽ പോയ ഒരു കനാലിൽ ഒരാൾ ഒരു ഓക്വേർഡ് പൊസിഷനിൽ ഒരു വിചിത്രമായ രീതിയിലും കിടക്കുകയാണ്. അയാളുടെ ചെരുപ്പ് കനാലിൻ്റെ മുകളിലുണ്ട്. ആ കനാലിങ്ങനെ കിട്ടിയതിന് ആ കനാലിൻ്റെ അടിയിൽ അയാളുടെ തല മാത്രം ഒരു പ്രത്യേക പൊസിഷനിൽ ചരിഞ്ഞിരിക്കുകയാണ്, ബോഡി മുകളിലോട്ട്. കഴുത്ത് മാത്രം ഇങ്ങനെ തിരിച്ച്, നമ്മൾ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ ഇരിക്കുന്ന പോലെ ആ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞ് ആരോ കൊന്ന് ഇതുപോലെ കൊണ്ടിട്ടതാണ്. മുറിക്കപ്പെട്ട ശവശരീരങ്ങൾക്ക് പറയാൻ 1000 കഥകളുണ്ടാകും. ഇന്നത്തെ ഇൻഫൈൻ എൻ്റർടൈൻമെൻറ്റിൻ്റെ എപ്പിസോഡിൽ ഫോറൻസിക് മെഡിസിനിൽ കഴിഞ്ഞ 22 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഷാർജ ജയപ്രകാശ് മാമാണ്. മാമിനോട് ഒരുപാട് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. മാം വെൽക്കം. നമസ്കാരം മാം. ഇപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നുണ്ട്, ആഫ്റ്റർ ഡെത്ത് ചില കേസസിൽ നമ്മൾ പോസ്റ്റ്മോർട്ടത്തിന് അയക്കും, ചില കേസസിന് അയക്കില്ല. അപ്പം നമുക്ക് ആസ് ആൻ ഓഡിയൻസ് വേണ്ടത്ര ധാരണയില്ല ഏതൊക്കെ കേസസിനാണ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നത്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രൊസീജിയർ വളരെ ഈസി ആയിട്ടാണ് ആൾക്കാർ കാണുന്നത്. അതിൻ്റെ ഒരു പ്രോസസ്സ് ഒന്ന് വളരെ ഈസി ആയിട്ട് പ്രേക്ഷകർക്ക് മനസ്സിലാകുന്ന രീതിയിലൊന്ന് പറഞ്ഞു കൊടുക്കാവും. പോസ്റ്റ്മോർട്ടം എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മരണം നടന്നതിന് ശേഷം ബോഡി പരിശോധിച്ച്, ഫുൾ ബോഡി പുറത്തും കീറി മുറിച്ച് അകത്തും പരിശോധിച്ച് മരണകാരണം കണ്ടെത്തുക എന്നുള്ളതാണ് മെയിൻ എയിം. അപ്പം സാധാരണഗതിയിൽ അൺനാച്ചുറൽ, അസ്വാഭാവിക മരണങ്ങളിലാണ് പോസ്റ്റ്മോർട്ടം നടത്തേണ്ടത്. അപ്പം സ്വാഭാവിക മരണങ്ങൾ വേറെയുണ്ട്. പ്രായമായി, അസുഖം മൂലം അസുഖത്തിനായിട്ട് ചികിത്സയിലായിരുന്നു, ഡോക്ടർക്ക് വേറെ സംശയങ്ങളൊന്നുമില്ല, ഇത്തരം കേസുകളെ സ്വാഭാവിക മരണങ്ങളെന്ന് പറയും. അതായത് ഒരു അസുഖം, ഒരാൾക്കൊരു ന്യൂമോണിയ വന്നു, അതിന് ചികിത്സയിലിരുന്നു, വേറെ മറ്റ് തരത്തിലുള്ള ഇടപെടലുകളൊന്നുമില്ലാത്ത സ്വാഭാവികമായ അസുഖം മൂലമുള്ള മരണത്തിനാണ് സ്വാഭാവിക മരണം. അത്തരം മരണങ്ങളിലും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല. ഡോക്ടർക്ക് തന്നെ മരണകാരണം
ചികിത്സിക്കുന്ന ഡോക്ടർക്ക് തന്നെ മരണകാരണം റിപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ അല്ലാത്ത കേസുകളിൽ ചിലപ്പം മരിച്ചു കാണുന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് പറ്റി മരിക്കുന്നു, അല്ലെങ്കിൽ രണ്ടുപേര് തമ്മിൽ വഴക്കുണ്ടായി ഒരു കൊലപാതകം നടക്കുന്നു. ഇത്തരം സാഹചര്യങ്ങളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തി മരണകാരണം കണ്ടെത്തുക എന്നുള്ളതാണ് നിയമപരമായ നടപടി. അതിന് ആദ്യമായി ഇതിങ്ങനത്തെ അതായത് ചില ആൾക്കാർ പെട്ടെന്ന് കുഴഞ്ഞു വീഴുന്നു, അപ്പം നമ്മൾ ഓടിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും. കാഷ്വാലിറ്റിയിലെത്തുമ്പോൾ ചിലപ്പോൾ അവർ മരിച്ചു പോകും. ചിലപ്പോൾ നേരത്തെ ഹാർട്ടിൻ്റെ അസുഖം ഉള്ളവരായിരിക്കാം, പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നതായിരിക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ ഡോക്ടർക്ക് അറിയാൻ വയ്യ എന്തുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് മരിച്ചു എന്നുള്ള അൺഎക്സ്പെക്റ്റഡ് ഡെത്തുകൾ. അങ്ങനത്തെ കേസുകളിൽ സാധാരണഗതിയിൽ ഡോക്ടർമാർ പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിവെക്കും. അല്ലാതെ ആക്സിഡൻസ്, മേളിൽ നിന്ന് താഴെ വീഴുന്നു, ബസ്സുകളോ അല്ലെങ്കിൽ വണ്ടികൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന റോഡ് ട്രാഫിക് ആക്സിഡൻസ്, ട്രെയിൻ ആക്സിഡൻസ്, അല്ലാതെ ഏതെങ്കിലും മെഷീനറിയുടെ ഇടയിലേക്ക് വീണു പോകുന്നു, അങ്ങനത്തെ ആക്സിഡൻസ്, ഈ ആക്സിഡൻറ്റ് മരണങ്ങളിലും എല്ലാം പോസ്റ്റ്മോർട്ടം നടത്തണം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ കൊലപാതകം, എന്തിനാണ് ഇത്തരം മരണങ്ങൾക്ക് നടത്തുന്നത്? ഇത്തരം മരണങ്ങളിൽ നടത്തണമെന്നുള്ളതാണ് നിയമപരമായ നടപടിയാണ്. സെക്ഷൻ നമ്മുടെ ക്രിമിനൽ പ്രൊസീജിയർ ആ കോഡിനകത്ത് ഇപ്പം പുതിയതായിട്ട് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ആക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ പറയുന്നതാണ് ഇത്തരം അൺനാച്ചുറൽ ഡെത്തുകളിൽ പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തണം, നടത്തി മരണകാരണം കണ്ടെത്തണം എന്നുള്ളത്. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം റെയിൽവേ ട്രാക്കിൽ കാണുന്നു ബോഡി, അത് ഇപ്പം ആക്സിഡൻ്റ് ആണ് എന്ന് പൊതുവേ ഒരു ധാരണ ഉണ്ടാകും. പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ ഇടപെടലുകളോ കൊണ്ടാണ് കൊലപാതകം തിരിച്ചറിയാൻ വേണ്ടി നടത്തിയിട്ട് ബോഡി കൊണ്ട് ഡിസ്പോസ് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടത്തിൽ കണ്ടാൽ മനസ്സിലാവത്തില്ല. അത് നടത്തേണ്ടത് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയാൽ മാത്രമേ കണ്ടെത്താൻ പറ്റൂ. അതിനായിട്ട് ഇപ്പം ആൾക്കാർക്കൊരു വിചാരമുണ്ട്, രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നു, ബോഡി ഡോക്ടർ പോസ്റ്റ്മോർട്ടം വേണമെന്ന് പറഞ്ഞ് മോർച്ചറിയിലേക്ക് മാറ്റി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. അപ്പം ബന്ധുക്കളൊക്കെ വിചാരിക്കുന്നത് വേഗം പോസ്റ്റ്മോർട്ടം നടത്തി കിട്ടിയിരുന്നെങ്കിൽ. ഉടനെ അവരെ വിളിക്കും, അവർക്ക് പരിചയമുള്ള ഡോക്ടർമാരെ എല്ലാവരെയും വിളിക്കും, വേഗം പോസ്റ്റ്മോർട്ടം നടത്തി തരണേ, ഫസ്റ്റ് കേസായിട്ട് ചെയ്തു തരണേ. അങ്ങനെ നമുക്ക് ഫസ്റ്റ് കേസ് അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം നടപടി എന്ന് പറയുന്ന ഒരു ലീഗലായിട്ടുള്ള നടപടി ആയതുകൊണ്ട് തന്നെ പോലീസ് വന്ന് ഇൻക്വസ്റ്റ് നടത്തിയതിന് ശേഷം മാത്രമേ, അവരുടെ റിക്വസ്റ്റിൻ്റെ മേളിലാണ് നമ്മൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നത്. ഇത് പോലീസ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്ന റുട്ടീൻ പ്രൊസീജിയറാണ്, പോലീസ് ഇൻക്വസ്റ്റ് നടത്തുക എന്നുള്ളത്. പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട് ചില കേസുകളിൽ പബ്ലിക് ബഹളം ഉണ്ടാക്കുന്നു, മജിസ്ട്രേറ്റ് വന്ന് ഇൻക്വസ്റ്റ് നടത്തണം. അതായത് അത് ചില കേസുകളിൽ അങ്ങനെ നടത്തണമെന്ന് തന്നെ നമ്മുടെ നിയമം അനുശാസിക്കുന്നുണ്ട്. അതായത് ഡൗറി ഡെത്ത്, സ്ത്രീധന മരണം, കസ്റ്റഡി ഡെത്ത്, അല്ലാതെ പോലീസ് എൻക്വയറി, പോലീസ് ഫയറിങ്, അങ്ങനത്തെ ജയിലിലെ മരണം, പോലീസ് കസ്റ്റഡി, പോലീസ് ഫയറിങ്, ഇങ്ങനത്തെ കേസുകളിലൊക്കെ നിയമം അനുശാസിക്കുന്നത് തന്നെ മജിസ്ട്രേറ്റിന്റെ എൻക്വയറി എന്നാണ്. പോലീസിന് അതിലെ തെളിവുകളെ സ്വാധീനിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കും ഇങ്ങനെ അതൊരു സുപ്പീരിയർ, അതായത് ഇതിന്റെ പോലീസ് ഇൻക്വസ്റ്റിനെക്കാളും സുപ്പീരിയർ ആയിട്ടാണ് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. ഈ രണ്ട് തരത്തിലുള്ള ഇൻക്വസ്റ്റുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. പിന്നെ കസ്റ്റഡി ഡെത്തിലാണെങ്കിൽ ഈ മജിസ്ട്രേറ്റ്, സാധാരണ മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. തഹസീൽദാർ, സബ് കളക്ടർ, ആ രീതിയിൽ SDM അവരാണ് മജിസ്ട്രേറ്റ് ഇൻക്വസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ കസ്റ്റഡി ഡെത്തുകളിൽ പുതിയൊരു ഉത്തരവ് പ്രകാരം ഒരു ജുഡീഷ്യൽ എൻക്വയറി, ഒരു ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിൻ്റെ ഒരു എൻക്വയറി വേറെയുണ്ട്. എന്നാലും തഹസീൽദാർ പോലുള്ള മജിസ്ട്രേറ്റിൻ്റെ എൻക്വയറിയുടെ പുറത്താണ്, റിക്വസ്റ്റിൻ്റെ പുറത്താണ് നമ്മൾ പോസ്റ്റ്മോർട്ടം നടപടികൾ ചെയ്യുന്നത്. അപ്പം പോസ്റ്റ്മോർട്ടം നടപടികളുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മരണകാരണം കണ്ടെത്തൽ തന്നെയാണ്. പിന്നെ നമ്മൾ മരണസമയം, എപ്പോഴാണ് മരണം നടന്നത്, ഇപ്പം ബോഡി മരിച്ച് കാണുകയാണെങ്കിൽ എപ്പോഴാണ് മരണം നടന്നതെന്നുള്ള വളരെ സിഗ്നിഫിക്കൻ്റ്. അപ്പം മരണം നടന്ന സമയം, പിന്നെ ഏത് രീതിയിൽ, നേരത്തെ നമ്മൾ പറഞ്ഞ അസ്വാഭാവിക മരണങ്ങൾ തന്നെ 3 രീതിയിൽ നടക്കാം: സൂയിസൈഡ്, ആക്സിഡൻറ്റ്, കൊലപാതകം അല്ലെങ്കിൽ മർഡർ. അപ്പോൾ ആ രീതിയിൽ ഏത് രീതിയിലാണ്, അതിന് മാനർ ഓഫ് ഡെത്ത് എന്നാണ് പറയുന്നത്. ആ മാനർ കണ്ടുപിടിക്കുന്ന മെയിൻലി ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്ന ഓഫീസറുടെ ഡ്യൂട്ടി ആണെങ്കിലും പോസ്റ്റ്മോർട്ടം നടത്തുന്ന ഡോക്ടർക്ക് ഇതായിരിക്കാം മരണത്തിലേക്കുള്ള സർക്കംസ്റ്റൻസ്, സാഹചര്യം. അതായത് ആത്മഹത്യയാണോ, കൊലപാതകമാണോ, ആക്സിഡൻ്റ് ആണോ എന്നുള്ളത് ഡോക്ടർക്ക് ക്ലൂ കൊടുക്കാൻ പറ്റും. പിന്നെ മുറിവുകളുണ്ടെങ്കിൽ, ദേഹത്തിൽ പലതരത്തിലുള്ള മുറിവുകളുണ്ടെങ്കിൽ ഇതേത് രീതിയിലാണ് അവൻ മുറിവുകൾ ഉണ്ടായത്, ഏത് തരം ആയുധം വെച്ചാണ് ഈ മുറിവുകൾ ഉണ്ടായത്. ഏതെങ്കിലും കേസസ് പറയാവോ? ഇപ്പോൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു തെളിവ് വലിയ വഴിത്തിരിവായ കേസിൽ ഏതെങ്കിലുമൊക്കെ കേസസ് ഉണ്ടെങ്കിൽ അതൊന്നും പറയാം. നമുക്കൊരു കേസ് ഉണ്ടായിരുന്നു. ഒരാൾ ബൈക്കിൽ പെട്ടെന്ന് വന്നു,
അയാളുടെ വീട്ടിൻ്റെ മുമ്പിൽ വന്നു. ചെറിയൊരു വീടാണ്, വീട്ടിൽ വൈഫുണ്ട്. അപ്പോൾ ബൈക്ക് വരുന്ന ശബ്ദം കേട്ട് അവർ കതക് തുറക്കുന്നു. അയാൾ ബൈക്കിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് വീഴുകയാണ്, കുഴഞ്ഞങ്ങ് വീഴുന്നു, ബൈക്കിൽ നിന്ന് അങ്ങ് വീണു. അപ്പം ആക്സിഡൻ്റ് ആണെന്നാണ് വിചാരിച്ചത്. പക്ഷേ എഞ്ചിൻ ഓഫായിട്ടില്ല, ബൈക്കിൽ നിന്ന് അയാൾ വീണു. ഭാര്യ ബൈക്കിൻ്റെ ശബ്ദം കേട്ട് കതക് തുറക്കുന്നു, ആ ഒരു സമയമുള്ളൂ, പക്ഷേ അയാൾ മരിച്ചു. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുമ്പോൾ ട്രാഫിക് ആക്സിഡൻ്റ് എന്നുള്ള മട്ടിലാണ് പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുവരുന്നത്. പക്ഷെ നമ്മൾ എക്സാമിൻ ചെയ്യുമ്പോഴാണ് അയാളുടെ തലയുടെ പുറകിൽ കഴുത്തിൻ്റെയും തലയും ചേരുന്ന ആ ഒരു സ്പേസിൽ കൂടെ ഒരു ഇഞ്ചുറി ഉണ്ട്, ഒരു വെപ്പൺ വെച്ച് കുത്തിയ മുറിവുണ്ട്. അത് തലയോട്ടിക്കകത്തെത്തി. അതായത് നമ്മുടെ തലയോട്ടിയും വെർട്ടിബ്രൽ കോളത്തിനെയും കണക്ട് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്, ഫൊറാമൻ മാഗ്നം എന്ന് പറയും. അപ്പോൾ ഈ തലയോട്ടിയുടെയും വെർട്ടിബ്രയുടെയും ഇടയിലുള്ള സ്പേസും തലയോട്ടിക്ക് അകത്തേക്ക് പോകുന്ന ഫൊറാമൻ മാഗ്നവും കടന്ന് ഇത് ബ്രെയിനിൽ പുറമേ ഒരു ചെറിയ ഇഞ്ചുറി ആണുള്ളത്, ചെറിയൊരു ഇഞ്ചുറി. പോലീസിന് ഡൗട്ട് തോന്നിയില്ല, അത് കണ്ടപ്പോൾ ഡൗട്ട് തോന്നിയില്ല. അവർക്കൊരു പുറമേക്ക് ചെറിയൊരു ഇഞ്ചുറി ആയിരുന്നു, അത് ആ ഹെയർ ലൈനിൽ ആ മുടി വരുന്ന ഭാഗത്തായതുകൊണ്ട് അധികമായിട്ട് അവർക്ക് കാണാനും പറ്റിയില്ല. അതൊരു സ്റ്റാബാണ്, ഒരു വെപ്പൺ വെച്ച് കുത്തിയതാണ്, ഷാർപ്പായിട്ടുള്ള ഒരു വെപ്പൺ വെച്ച് കുത്തിയതാണെന്ന്, ആയുധം വെച്ച് കുത്തിയതാണെന്ന് പോസ്റ്റ്മോർട്ടത്തിലാണ് തെളിഞ്ഞത്. അപ്പോൾ അത് എന്തായാലും ആ ഭാഗത്തൊരു കുത്തല് ആക്സിഡൻ്റലായിട്ട് വരില്ല. അപ്പം അങ്ങനത്തെ അത് വെച്ചിട്ട് പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോൾ ഈ വീട് ഒരു ചെറിയ സ്പേസ്, ആ സീൻ എക്സാമിനേഷന് നമ്മൾ പോയിരുന്നത് ഒരു വീടിൻ്റെ മുമ്പിൽ ഒരു ചെറിയ സ്പേസേ ഉള്ളൂ, ജസ്റ്റ് 2 ബൈക്ക് ഇരിക്കാനുള്ള സ്പേസേ ഉള്ളൂ. അതിൻ്റെ പുറകിലൊരു വാഴ ഉണ്ടായിരുന്നു. ഇയാളോട് ശത്രുതയുള്ള ഒരാൾ ആ വാഴയുടെ പുറകിൽ ഒളിച്ച് നിന്നിട്ട് ഇയാൾ വരുന്ന സമയം നോക്കി കുത്തിയതാണ്. അതിൽ നാട്ടുകാരുടെ സംശയം ഈ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇയാളുടെ 2ാം വിവാഹമായിരുന്നു, അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളേ ഉള്ളൂ. അപ്പോൾ അവരെന്തെങ്കിലും ചെയ്തോ എന്നുള്ളതാണ് നാട്ടുകാരുടെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തപ്പോഴാണ് അയാളോട് എന്തോ ഒരു ചെറിയ ശത്രുത ഉണ്ടായിരുന്ന ഒരാൾ ഇത് ചെയ്തതാണ്. മരിക്കുമെന്ന് അയാൾ കരുതിയില്ല, വെറുതെ പേടിപ്പിക്കാൻ കുത്തുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അത് ആ കറക്റ്റ് ആ പോയിന്റിലൂടെ കയറി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത കണക്ക് മരിക്കണം എന്ന് ചിന്തിക്കുന്നവരല്ലേ കുത്തത്തുള്ളൂ, അല്ലെങ്കിൽ ചെറിയത് അങ്ങനെയാണ്. മരിക്കാൻ വേണ്ടിയിട്ട് കുത്തിയതല്ല എന്നത് ചിലപ്പോൾ ഒരു പോലീസിനോട് അവരങ്ങനെ പറഞ്ഞതായിരിക്കാം. പക്ഷെ അതിൽ ഈ ഇഞ്ചുറി വന്നത് ഈ ആക്സിഡൻറ്റിലാണെന്നാണ് പോലീസ് ആദ്യം വിചാരിച്ചത്. ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണ് മരിച്ചു എന്നാണ് വിചാരിച്ചത്. ബൈക്കിൽ നിന്ന് മറിഞ്ഞു വീണാൽ ബൈക്കിൻ്റെ ഏതെങ്കിലും പാർട്ട് ഇതുപോലെ കുത്തി കയറുമോ എന്നൊക്കെയായിരുന്നു അവർ, നമ്മൾ ഈ ഇഞ്ചുറി പറയുമ്പോൾ പോലും അവരുടെ സംശയം. ബൈക്കിൽ ഒരുപാട് പ്രൊജക്റ്റ് ചെയ്യുന്ന പാർട്ടില്ലേ, അത് വല്ലതും കയറിയതാണോ? അത് കയറാൻ സാധ്യതയില്ല. അത് വീടിൻ്റെ പടിയുണ്ടല്ലോ, പടിയുടെ അടുത്തോട്ടാണ്. അപ്പോൾ പടിയിൽ തട്ടി അങ്ങനെ വരുമോ ഇങ്ങനെയൊക്കെയാണ് അവർ ചോദിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെയെല്ലാം അത് തെളിഞ്ഞു. ആക്സിഡൻ്റിലാണെന്ന് നമ്മൾ വിചാരിക്കുന്ന പല കേസുകളും ഇങ്ങനെ, ചിലതിൽ നമ്മൾ ഒരു ആക്സിഡൻറ്റിൽ വലിയ സീരിയസ് ഇഞ്ചുറി ഇല്ലയെന്ന് വിചാരിക്കുന്നത് പോലും പെട്ടെന്ന് മരണം ഉണ്ടാക്കാറുണ്ട്. ഒരു 2 ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ചു, അതിൽ ഒരാളാണ് ഭയങ്കര റാഷായിട്ട് വന്ന്, മറ്റേ ഒരു സാധാരണ പോയ ബൈക്കിൽ കൂട്ടിയിടിച്ചു. സാധാരണ പോലെ, അതായത് വലിയ റാഷ് അല്ലാതെ ഓടിച്ചു വന്ന ബൈക്കിലെ ആൾ തെറിച്ച് വീണു, അയാളുടെ തലയ്ക്ക് മുറിവ് പറ്റി. അപ്പോൾ ഈ ബൈക്ക് ഓടിച്ച ആളിനെ എല്ലാവരും വിളിച്ച് വഴക്ക് പറഞ്ഞു. അപ്പോൾ അയാൾക്ക് ചെറിയൊരു അബ്രേഷനേ ഉള്ളൂ, കഴുത്തിൻ്റെ പുറത്ത് ചെറിയൊരു മുറിവേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ വെള്ളമൊക്കെ കുടിച്ചു, പെട്ടെന്ന് അയാൾ അങ്ങ് മരിച്ചു. അത് നോക്കുമ്പോൾ അത് കഴുത്തിൻ്റെ അകത്തെ എല്ലുകൾ വരെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആ സ്പീഡ് കൊണ്ട് ബൈക്കിന് ഹാൻഡിലുണ്ടല്ലോ, ബൈക്കിൻ്റെ ഹാൻഡിലേക്ക് ആ കഴുത്ത് പോയി ഇടിച്ചിട്ടായിരിക്കും ആ തൈറോയിഡ് കാർട്ടിലേജ്, ഹയോയിഡ് ബോൺ ഇതൊക്കെ ആ പ്രഷറിൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വലുതായിട്ട് ഉടനെ എന്ന് വെച്ചാൽ ഒരു വിത്തിൻ ഹാഫ് ആൻ അവർ മരിച്ചു. പക്ഷെ ഉടനെ അയാൾക്ക് ചെറിയ പെയിനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പെയിൻ കൊണ്ടും അറിയാൻ പറ്റിയില്ല. പക്ഷെ അയാൾ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഇഞ്ചുറി കൊണ്ട് തന്നെ ലോക്കലായിട്ട് പെട്ടെന്ന് നീര് വെച്ചു, ശ്വാസം മുട്ടി വന്നു, മരിച്ചു. അതിന് വഴക്ക് മുഴുവൻ അയാൾ ഈ സ്പീഡിൽ ഓടി വന്നതുകൊണ്ട് നാട്ടുകാരെല്ലാം പിടിച്ചു നിർത്തി അയാളെയാണ് വഴക്ക് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം പ്രോപ്പറായിട്ട് ഉടനെ ഹോസ്പിറ്റലിലും കൊണ്ടുപോയില്ല, അയാൾക്ക് വലിയ ഇഞ്ചുറി ഇല്ലായിരുന്നു. മറ്റേ ആളിന് തലയിലും ആക്സിഡന്റ് വന്നാൽ ഉടനെ ഹോസ്പിറ്റലിൽ പോകുന്നതാണ് നല്ലത്. പ്രത്യേകിച്ചും തലയിലും കഴുത്തിലും ഒക്കെ ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല എത്രത്തോളം അകത്തോട്ട് ഇഞ്ചുറി ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ CTO അവരുടെ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യുമ്പോഴാണ് അത് കണ്ടുപിടിക്കാൻ പറ്റുക. അങ്ങനെയാണെങ്കിൽ അത് പെട്ടെന്ന് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതുപോലെ വേറൊരു കേസുണ്ട്. കാരണം ഒരു ആക്സിഡൻറ്റ് നടന്നു, കാർ ആക്സിഡൻ്റ് ആയിരുന്നു. അപ്പോൾ കുറേ പേർക്ക് ഇഞ്ചുറി വന്നു. ഒരു സ്ത്രീ വളരെ ആക്റ്റീവായിട്ട് എണീറ്റ് നിന്നു. അവരെല്ലാം വണ്ടിയിൽ കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പെട്ടെന്ന് അവർ കുഴഞ്ഞു വീണ് മരിച്ചു. അവർക്ക് അപ്റ്റമിന് വയറിനകത്തോട്ട് ഒരു വലിയ ഇഞ്ചുറി ഉണ്ടായിരുന്നു. ഈ വയറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേക്ക് ചിലപ്പോൾ ഇഞ്ചുറി കാണത്തില്ല. അകത്ത് വലിയ ഇഞ്ചുറികളുണ്ടെങ്കിലും മുറിവുകളുണ്ടെങ്കിലും വലിയ രക്തസ്രാവം ഉണ്ടെങ്കിലും പുറമേക്ക് ഇഞ്ചുറി ഉണ്ടാവണം എന്നില്ല. ഇത് അകത്ത് രക്തസ്രാവം ഉണ്ടാവുന്നുണ്ടായിരുന്നു. ആ രക്തസ്രാവം കൂടിയിട്ടാണ് പെട്ടെന്ന് അവർ കുഴഞ്ഞു വീണ് മരിച്ചത്. അത് പോസ്റ്റ്മോർട്ടം ചെയ്ത് അതായത് അവർക്ക് അവരിലൊരു മേജർ രക്തക്കുഴൽ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പുറമേക്ക് ഇഞ്ചുറി ഇല്ല, പക്ഷെ അകമേക്കുണ്ട്. അപ്പോൾ അത് ഉടനെ കൊണ്ടുപോയി അത് പെട്ടെന്ന് രക്തസ്രാവം ഇങ്ങനെ വന്ന് അതൊരു നമ്മുടെ ബോഡിയുടെ ഒരു 1/3 നമുക്ക് ഒരു ശരീരത്തിൽ 6 ലിറ്റർ ബ്ലഡാണ് ഉള്ളത്. അതിൻ്റെ ഒരു 1/3 ഒരു 2 ലിറ്റർ ബ്ലഡ് പെട്ടെന്ന് പോവുകയാണെങ്കിൽ ഡെത്ത് സംഭവിക്കും. പെട്ടെന്ന് പോവുകയാണെങ്കിൽ 2 ലിറ്റർ ബ്ലഡ് പോകുമ്പോൾ അപ്പം തന്നെ മരണം സംഭവിക്കാം. ഇതോരോ ഓർഗനെ ആശ്രയിച്ചിരിക്കും. നമ്മൾ തലച്ചോറിനാണെങ്കിൽ ഇത്രയും രക്തസ്രാവം വേണ്ട. ബ്രെയിൻ സ്റ്റെം എന്ന് പറഞ്ഞൊരു പോർഷനുണ്ട് തലച്ചോറിന്. നമ്മൾ ഈ സാധാരണഗതിയിൽ മെഡില്ല എന്നൊക്കെ പറയുന്ന പോർഷൻ, അതിന് ബ്രെയിൻ സ്റ്റെം എന്നാണ് പറയുന്നത്. ആ ഭാഗത്താണെങ്കിൽ അതാണ് നമ്മുടെ സർക്കുലേഷനെയും അതായത് രക്തചംക്രമണം, ഹാർട്ടിൻ്റെയും റെസ്പിറേഷൻ ശ്വാസോച്ഛ്വാസത്തിൻ്റെയും കൺട്രോൾ ചെയ്യുന്ന സെൻറ്റർ എന്ന് പറയുന്നത് ഈ ബ്രെയിൻ സ്റ്റെമ്മാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു ചെറിയ പൊട്ട് പോലെ ബ്ലീഡിങ് ഉണ്ടായാൽ മതി, നമ്മൾ ഉടനെ തന്നെ ഈ ഹാർട്ടിനെയും ലങ്സിനെയും കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ നിന്നു പോകും. അപ്പോൾ പെട്ടെന്ന് മരണം സംഭവിക്കാം. അതൊക്കെ നമ്മൾ പുറമേക്ക് ഇഞ്ചുറീസ് ഒന്നും അധികം കാണണം എന്നില്ല. ഇപ്പം മാം ഹാങ് ചെയ്യപ്പെട്ടൊരു ബോഡി കാണുകയാണ്, അതൊരാൾ കുന്ന് കെട്ടി തൂക്കിയതാണോ അതോ സ്വയമേ ഹാങ് ചെയ്തതാണോ? ഇങ്ങനെയൊക്കെ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡിസിഷനിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഒരു പ്രോസസ്സ് എങ്ങനെയാണ്? ഈ ഹാങ് ചെയ്യുമ്പോൾ കഴുത്ത് മുറുകിയാണ് മരണം സംഭവിക്കുന്നത്. ആസ്ഫിക്സിയൽ ഡെത്ത് എന്ന് പറയാം. കഴുത്ത് മുറുകുമ്പോൾ ശ്വാസം മുട്ടലുണ്ടായി അങ്ങനെ മരിക്കുന്നു എന്നാണ്. പക്ഷെ കഴുത്ത് മുറുക്കുമ്പം നമ്മൾ തനിയെ ഹാങ് ചെയ്യുമ്പോൾ കഴുത്ത് കോൺസ്റ്റൻറ്റ് പ്രഷറാണ്. നമ്മൾ അതിൽ കയറി പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പം ആ കോൺസ്റ്റൻറ്റ് പ്രഷർ ഉള്ളത് കൊണ്ട് തന്നെ അകത്ത് വേറെ രക്തസ്രാവമൊന്നും ഉണ്ടാകത്തില്ല. ഈ പുറമേക്ക് കാണുന്ന ഈ ലൈംഗിക മാർക്ക് അല്ലെങ്കിൽ ആ പാട് അതങ്ങനെ തന്നെ ഒറ്റ പ്രഷറിലാണ് വരുന്നത്. അതേസമയം നമ്മളിപ്പോൾ കഴുത്ത് ഒരാളെ മുറുക്കി കൊല്ലുകയാണെങ്കിൽ നമ്മൾ മുറുക്കുമ്പോൾ നമ്മൾ റെസിസ്റ്റ് ചെയ്യുമല്ലോ. റെസിസ്റ്റ് ചെയ്യുമ്പോൾ കഴുത്തിൽ പിടിക്കുമ്പോഴത്തേക്ക് ആ ഫോഴ്സിന് വ്യത്യാസം വരും. അപ്പോൾ ചിലയിടത്ത് ഫോഴ്സ് കുറയും, ചിലയിടത്ത് കൂടും. പ്രഷർ വെച്ചിട്ട് അപ്പോൾ രക്തസ്രാവം വരും. പ്രഷറിൻ്റെ ഇഫക്റ്റായിട്ട് രക്തസ്രാവം വരും. അപ്പോൾ അത് വെച്ചിട്ട് അകത്ത് കൂടുതൽ മുറിവുകളുണ്ടാവാം. പിന്നെ പുറമേക്കുള്ള ലൈംഗിക മാർക്കിലും നമ്മൾ പറയുന്നുണ്ട്. തൂങ്ങിയാണെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെ തൂങ്ങുമ്പോൾ കഴുത്ത് മേളിലേക്ക് അങ്ങനെയാണല്ലോ തൂങ്ങുക. അപ്പം ഈ കഴുത്തിൻ്റെ അതായത് ഈ പാട് കുറച്ചുകൂടെ കഴുത്തിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് വരിക. തൈറോയ്ഡ് കാർട്ടിലേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ബോയ്സിന് ആഡംസ് ആപ്പിൾ എന്ന് പറയുന്നത് അതിൻ്റെയും മുകളിലായിട്ടാണ് ഈ മുറിവുണ്ടാവുക. അത് തന്നെയല്ല, അത് ചരിഞ്ഞ് ഒബ്ലീക്കായിട്ട് ഈ മേളിലോട്ടുള്ള ഒരു ചരിവ് അതിനുണ്ടായിരിക്കും. പക്ഷെ ഒരാൾ കഴുത്ത് മുറുക്കി കൊല്ലുവാണെങ്കിൽ അത് കുറച്ചുകൂടെ താഴെയാണ് വരിക. ഈ ആഡംസ് ആപ്പിളിൻ്റെയും താഴെയാണ് വരിക. കണ്ടിന്യൂസ് ആ കഴുത്തിന് ചുറ്റും ഉണ്ടാവും. മേളിലോട്ട് തൂങ്ങുമ്പോൾ നമുക്കറിയാമല്ലോ, എന്തെങ്കിലും തൂങ്ങുമ്പോൾ ഒരു ഗ്യാപ്പ് ഉണ്ടാവാമല്ലോ. ആ ഗ്യാപ്പ് കഴുത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, തൂങ്ങി മരിക്കും. അപ്പോൾ അതേസമയം നമ്മൾ കഴുത്ത് കെട്ടി മുറുക്കി കൊല്ലുവാണെങ്കിൽ, അതായത് ലൈംഗിക സ്ട്രാങ്കുലേഷൻ, ഏതെങ്കിലും ഒരു വസ്തു വെച്ച് കഴുത്ത് മുറുക്കി കൊല്ലുവാണെങ്കിൽ ഈ കഴുത്തിൻ്റെ ഈ കോൺസ്റ്റൻ്റ് ആയിട്ട് കഴുത്തിന് ചുറ്റും കാണും. പിന്നെ കണ്ടിന്യൂസ് ആയിരിക്കും, ഹൊറിസോണ്ടലായിട്ടിരിക്കും. നേരത്തേന് തൂങ്ങി മരിക്കുന്നതിന് ഒരു ഒബ്ലിക്വിറ്റി ഉണ്ടെങ്കിൽ ഇതിനൊരു ഹൊറിസോണ്ടലായിട്ട് ആയിരിക്കും. ഇതേ തെളിവുകൾ എപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന സാഹചര്യങ്ങളുണ്ട്. അതായത് ഇപ്പം തൂങ്ങി മരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒബ്ലീക്കാണ്, മുകളിലാണെന്ന്. ഇപ്പം തൂങ്ങി മരിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും മുഴുവനായിട്ട് തൂങ്ങിയാലേ മരണം സംഭവിക്കും. അങ്ങനെയില്ല. നമ്മുടെ ഈ കഴുത്തിലെ ആ ലൈഗേച്ചറിലൊരു പ്രഷർ ഒരു 2 കിലോഗ്രാം 2 to 3 kg ആണെങ്കിൽ തന്നെ നമ്മുടെ കഴുത്തിലെ രക്തക്കൊഴലുകൾ ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് ജുഗുലാർ വെയിൻസ് എന്ന് പറയും, വെയിൻസ് ഒബ്സ്ട്രക്ട് ചെയ്തിട്ട് മരണം സംഭവിക്കാം. നമ്മുടെ തലയ്ക്ക് തന്നെ ഒരു 2.5-3 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ പൂർണ്ണമായും തൂങ്ങണമെന്നില്ല. അപ്പം കാല് നിലത്ത് തട്ടിയെന്നോ ഈവൻ ഈ കിടക്കുന്ന പോലെ ആണെങ്കിൽ പോലും ചിലർ ജനലിൽ തൂങ്ങി മരിച്ചു. അപ്പം നാട്ടുകാർക്ക് മുഴുവൻ സംശയമായിരിക്കും, കാരണം ഇങ്ങനെ മരിക്കുമോ, തൂങ്ങി നിന്നില്ലല്ലോ മുഴുവനായിട്ട്. എന്നാൽ പോലും ഒരു കിടക്കുന്ന കണക്ക് തല മാത്രം പൊങ്ങി ഇരുന്നാൽ പോലും ഈ 2.5-3 കിലോ പ്രഷർ നമ്മുടെ ഈ കഴുത്തിലെ ഇതിൽ വരും, അങ്ങനെ മരണം സംഭവിക്കും. അങ്ങനത്തെ കേസുകളിൽ, അതായത് പാർഷ്യൽ ഹാങ്ങിങ് എന്നാണ് അതിന് പറയുന്നത്. മുഴുവനായിട്ടും തൂങ്ങി നിൽക്കുന്നതിന് കംപ്ലീറ്റ് ഹാങ്ങിങ് എന്നും, ഈ പകുതി ഈ എവിടെയെങ്കിലും ഒക്കെ തട്ടി നിൽക്കുന്നതിന് പാർഷ്യൽ ഹാങ്ങിങ് എന്ന് പറയും. ഈ പാർഷ്യൽ ഹാങ്ങിങ്ങിൽ
കാലൊക്കെ തട്ടി നിന്നാലും മരണം സംഭവിക്കും. അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ഈ അബ്രേഷൻ, ഈ മുറിവ്, അതായത് ഈ പാട് കാണുന്നത് കുറച്ചുകൂടെ താഴെയായിരിക്കും, കംപ്ലീറ്റ് ആയിട്ടായിരിക്കും, ഹൊറിസോണ്ടലായിട്ടും കാണാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതുപോലെ തന്നെ ഇത് ഹാങ്ങിങ് സ്ട്രാങ്കുലേഷനെ മിമിക്കും. ഇതുപോലെ തന്നെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അയാളെ പുറകിലൂടെ വന്ന് ഒരു കയറിട്ട് കെട്ടിപ്പൊക്കുകയാണെങ്കിൽ സ്ട്രാങ്കുലേഷനാണ്, പക്ഷെ മാർക്ക് ഹാങ്ങിങ്ങിന്റെ പോലെ സിമിലർ ആയിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കേസസ് വരുമ്പോൾ എങ്ങനെയാണ് ഫൈനൽ ഒരു കൺക്ലൂഷനിലേക്ക് നിങ്ങൾ എത്തുന്നത്? അത് നമുക്ക് അകത്തുള്ള ഇഞ്ചുറീസ്, സ്ട്രാങ്കുലേഷനിൽ മിക്കവാറും അകത്ത് എന്തായാലും ഈ തൈറോയ്ഡ് കാർട്ടിലേജ് ഫ്രാക്ചർ ഉണ്ടാകാം, ഹയോയിഡ് ബോൺ ഫ്രാക്ചർ, രണ്ടിലും വരാം. എന്നാൽ കൂടുതലായിട്ടും കാണുന്ന ഇങ്ങനത്തെയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പ്രഷർ ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ മസിൽസിൽ ചതവുകൾ ഉണ്ടാവാം സ്ട്രാങ്കുലേഷൻ. വേറെ ഒരു കേസ് നമുക്കുണ്ടായിരുന്നു, ഈ സ്ട്രാങ്കുലേഷൻ ഹാങ്ങിങ്, പ്യുവർ ഹാങ്ങിങ് ആണെങ്കിൽ സലൈവ ഒഴുകി വന്ന പാട് കാണാൻ പറ്റും. അപ്പം നമുക്ക്, നിങ്ങളെല്ലാം ജാഗ്രത സിനിമ കണ്ടതാണല്ലോ, അപ്പോൾ അതിലിങ്ങനെ പറയത്തില്ലേ ഹാങ്ങിങ് ആണ്, സലൈവറി ഡ്രിബിൾ ഉണ്ട്. അപ്പോൾ പോലീസ് സർജൻ പറയും അത് ഹാങ്ങിങ് തന്നെയാണ്, എനിക്ക് സംശയമൊന്നുമില്ല. അപ്പോൾ ഈ സലൈവ ഒഴുകി വരുന്ന പാട് സാധാരണഗതിയിൽ ഹാങ്ങിങ്ങിലാണ് ഉണ്ടാവുക. ആ ജാഗ്രത എന്ന് പറഞ്ഞ CBIയുടെ ആ സെക്കൻഡ് സീരീസ് സിനിമയിൽ അതങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കും അങ്ങനത്തെ കേസുകളുണ്ട്. അതിലും ഈ ഹാങ്ങിങ് ആണ്, ഒബ്ലിക് മാർക്കായിരുന്നു, സലൈവറി മാർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ദേഹം മുഴുവൻ ചതവുകളായിരുന്നു. ഈ ചതവുകൾ വന്നപ്പോൾ അങ്ങനെ വന്ന് അത്രയും ഇഞ്ചുറി വരാനുള്ള ഒരു സ്ത്രീയായിരുന്നു, ദേഹം മുഴുവൻ ചതവുകളാണ്. അപ്പോൾ ആ അത്രയും ഇഞ്ചുറി വരുന്നത് ഒരു ഹാങ്ങിങ്ങിൽ വരാനില്ല, സാധ്യതയില്ല മറ്റു സ്ഥലങ്ങളിൽ. അപ്പം നമുക്കതൊരു ഹോമിസിഡൽ ഹാങ്ങിങ് ആകാമോ? അപ്പോൾ അതെങ്ങനെ ഹോമിസിഡലായിട്ട് കെട്ടിത്തൂക്കാൻ പറ്റും? ഇതുപോലെ നമ്മൾ ബാക്കിൽ നിന്ന് വേണമെങ്കിൽ കെട്ടിത്തൂക്കാം, അല്ലെങ്കിൽ അൺകോൺഷ്യസ് ആയ ഒരാളിനെ കെട്ടിത്തൂക്കുമ്പോഴും അവർ അൺകോൺഷ്യസ്നെസ് മാറി കോൺഷ്യസ് ആയിട്ട് പക്ഷെ മരിച്ചു പോവും, ഹാങ് ചെയ്യും. അപ്പോൾ അത് ഇതുപോലായിരുന്നു, ഒരാൾ ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു, മരിച്ചു പോയെന്നുള്ള തോന്നൽ വന്നപ്പം അയാളെ കെട്ടിത്തൂക്കാൻ വേണ്ടി കെട്ടിത്തൂക്കിയതാണ്. അതും ക്രൈം പോലീസ് പിന്നെ ഹാങ് ചെയ്തതുപോലെയാണ്, ഹാങ്ങിങ് ആണത്. പക്ഷെ സാധാരണഗതിയിൽ ഹാങ്ങിങ് ഒക്കെ സൂയിസൈഡാണ്. റെയർ ആയിട്ട് ഇതുപോലെ ഹോമിസിഡൽ ഹാങ്ങിങ്ങും വരാം. പിന്നെ ഒരു സാഹചര്യം വരുന്ന ഏതെങ്കിലും രീതിയിൽ കൊന്നിട്ട് കെട്ടിത്തൂക്കുന്ന, അപ്പം അതായത് പോസ്റ്റ്മോർട്ടം സസ്പെൻഷൻ, മരിച്ചതിന് ശേഷം കെട്ടിത്തൂക്കുന്നത്. അങ്ങനത്തെ കേസുകളിൽ നമുക്ക് വേറെ മരണകാരണം എന്താണെന്നുള്ള അതിൽ തന്നെ ഉണ്ടാവും. ഇപ്പോൾ ഏതെങ്കിലും ഇഞ്ചുറികളോ ഏതെങ്കിലും വിഷം കൊടുത്തതോ ആ മരണകാരണം അതിൽ തന്നെ ഉണ്ടാവും. എന്നിട്ടാണ് കെട്ടിത്തൂക്കുക. അപ്പം നമുക്ക് പിന്നെ തന്നെയല്ല കെട്ടിത്തൂക്കിയ ആ ഇഞ്ചുറിയുടെ പാട് സാധാരണഗതിയിൽ മരിക്കുന്നതിന് മുമ്പ് ഹാങ് ചെയ്ത പാടിനേക്കാൾ വ്യത്യാസം ഉണ്ടായിരിക്കും. അത് കണ്ടുപിടിക്കാൻ പറ്റും. ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ നമുക്ക് ഗ്രോസ്ലി കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ആൻറ്റിമോട്ടോ ഇഞ്ചുറീസ് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ, അതിനകത്ത് ഈ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ദേഹത്തൊരു മുറിവ് വരുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു പ്രവർത്തനം നടക്കും. അവിടേക്ക് ബ്ലഡ് വരിക, അവിടേക്ക് പിന്നെ ഈ നമ്മുടെ വൈറ്റ് കോർപ്പസൽസ്, അതായത് ശ്വേതരക്താണുക്കൾ വരിക, അതൊക്കെ ഒരു ബോഡിയുടെ ഡിഫെൻസ് മെക്കാനിസമാണ്, അത് ഹീലിംഗ് പ്രോസസ്സ്. അപ്പോൾ നമുക്ക് ഗ്രോസ് ആയിട്ട് രക്തസ്രാവമൊന്നും കാണുന്നില്ലെങ്കിൽ നമ്മളെ പത്തോളജി പരിശോധനയ്ക്ക് കൊടുക്കും. പത്തോളജി പരിശോധനയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇത് ആൻറ്റിമോർട്ടമാണോ പോസ്റ്റ്മോർട്ടമാണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയും നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം സസ്പെൻഷന് കണ്ടുപിടിക്കാൻ പറ്റും. പോസ്റ്റ്മോർട്ടം സസ്പെൻഷനായിട്ട് എൻ്റെ കേസുകളിലൊന്നും വന്നിട്ടില്ല. പക്ഷേ ഹോമിസിഡൽ ഹാങ്ങിങ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലൈഗേജ് സ്ട്രാങ്കുലേഷൻസും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മാം ഈ ഡെഡ് ബോഡീസുമായിട്ടാണല്ലോ മാം കൂടുതൽ ഇടപെടുന്നത്. അപ്പം ഞാൻ എപ്പോഴും ആലോചിക്കും, എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ഇമോഷണൽ സൈഡ് മാറ്റി വെച്ച് അതിൽ നിന്ന് വളരെ ആക്യുറേറ്റ് ആയിട്ട് ഫൈൻഡിങ്സ് കണ്ടെത്തുന്നത്? ഇപ്പോൾ നിങ്ങളിപ്പം സീനിലൊക്കെ ഡെത്ത് നടന്നിരുന്ന സീനിലൊക്കെ പോകുമ്പോൾ അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കാണുമ്പോഴും അവരുടെ ആ ഒരു ഇമോഷണൽ സൈഡ് കാണുമ്പോഴൊക്കെ എങ്ങനെയാണ് നിങ്ങളത് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. അതിൽ നമ്മൾ മോർച്ചറിയിലാണ് നമ്മൾ മെയിനായിട്ടും. പോസ്റ്റ്മോർട്ടം തിയേറ്ററിൽ ബോഡി വരുമ്പോൾ അത് അവിടെ റിലേറ്റീവ്സ് ഇല്ല, വേറെ ഒന്നുമില്ല, നമ്മളുടെ മുന്നിൽ ഒരു ലക്ഷ്യമുള്ളൂ, മരണകാരണം കണ്ടെത്തുക. പോലീസിൻ്റെ റിക്വസ്റ്റ് കിട്ടി, ഹിസ്റ്ററി കേട്ടു, നമ്മൾ പോസ്റ്റ്മോർട്ടം തുടങ്ങുവാണ്. അപ്പം പോസ്റ്റ്മോർട്ടത്തിനായിട്ട് തിയേറ്ററിൽ ബോഡി വന്നു. അപ്പോൾ അവിടെ നമുക്ക് മെയിൻ ഉദ്ദേശം ഇതെങ്ങനെ മരിച്ചു എന്ന് കണ്ടെത്തണം എന്നുള്ള, അവിടെ നമ്മൾക്ക് റിലേറ്റീവ്സുമായിട്ട് ബന്ധം വരുന്നു. പിന്നെ ഈ ക്രൈം സീനിൽ സാധാരണഗതിയിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷമാണ് ക്രൈം സീനിൽ പോകുന്നത്. അപ്പോൾ ആ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഇമോഷൻസൊക്കെ ബന്ധുക്കളുടെയൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ടാവും.
1-2 കേസുകളിൽ നമ്മളല്ലാതെ ക്രൈം സീനിൽ പോയിട്ടുണ്ട്. അല്ലാതെ ക്രൈം സീനിൽ പോയ ഒരു കനാലിൽ ഒരാൾ ഒരു ഓക്വേർഡ് പൊസിഷനിൽ ഒരു വിചിത്രമായ രീതിയിലും കിടക്കുകയാണ്. അയാളുടെ ചെരുപ്പ് കനാലിൻ്റെ മുകളിലുണ്ട്. ആ കനാലിങ്ങനെ കിട്ടിയാൽ ആ കനാലിൻ്റെ അടിയിൽ അയാളുടെ തല മാത്രം ഒരു പ്രത്യേക പൊസിഷനിൽ ചരിഞ്ഞിരിക്കുകയാണ്, ബോഡി മുകളിലോട്ട്. കഴുത്ത് മാത്രം ഇങ്ങനെ തിരിച്ച് നമ്മൾ ഈ ടോം ആൻഡ് ജെറിയിലൊക്കെ ഇരിക്കുന്ന പോലെ ആ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞ ആരോ കൊന്ന് ഇതുപോലെ കൊണ്ടിട്ടതാണ്, അല്ലെങ്കിൽ വീണ് കഴുത്തൊടിഞ്ഞു മരിച്ചതാണ്, ഈ രീതിയിലാണ് ഇനിഷ്യലി പോലീസിന്റെ ഫൈൻഡിങ് അയാളെ ആരെങ്കിലും ഉപദ്രവിച്ച് കൊണ്ടിട്ടതായിരിക്കാം എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ പിന്നെ അത് ആദ്യമേ സീനിൽ പോയി ബോഡി കണ്ടതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടത്തിന് വന്നത്. ആ പോസ്റ്റ്മോർട്ടത്തിന് കാണുമ്പോഴത്തേക്ക് നമുക്ക് കാണുന്നത് അയാൾക്ക് ദേഹത്തൊന്നും അങ്ങനെ മുറിയില്ല, പക്ഷെ ആൽക്കഹോളിൻ്റെ നല്ല മണമുണ്ട്. അപ്പോൾ ഈ ആൽക്കഹോൾ കഴിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു നോർമൽ കപ്പാസിറ്റി പോവും ആൽക്കഹോളിൻ്റെ മണം വരുമ്പോൾ. അപ്പം നമുക്കറിയാം കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ഷർട്ട് ബട്ടൺ ചെയ്യാൻ പറ്റില്ല, സ്ലിപ്പർ ഇടാൻ പറ്റില്ല. അത് നമ്മുടെ ആ കോർഡിനേഷൻ, അത് സെറിബെല്ലത്തിൻ്റെ ലെവലിൽ വരെ ആൽക്കഹോൾ സെറിബെല്ലത്തിൽ അഫക്റ്റ് ചെയ്യും. സെറിബെല്ലം എന്ന് പറഞ്ഞാൽ ബ്രെയിനിൻ്റെ പോർഷനാണ് നമ്മുടെ കോർഡിനേഷനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ആ കോർഡിനേഷൻ്റെ പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓക്വേർഡ് പൊസിഷനിലായാൽ നമ്മൾ പെട്ടെന്ന് നമുക്ക് ശ്വാസം മുട്ടി നമ്മൾ നേരെയാവും സാധാരണഗതിയിൽ. പക്ഷേ അണ്ടർ ഇൻഫ്ലുവൻസ് ഓഫ് ആൽക്കഹോൾ അല്ലെങ്കിൽ ഏതെങ്കിലും മരുന്ന് കഴിച്ചിട്ട് ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ആയാൽ പിന്നെ അതിൽ നിന്ന് നമുക്ക് നോർമലായിട്ട് വരാൻ പറ്റത്തില്ല, ആ പൊസിഷനിൽ മരിച്ചു പോകും. പോസ്റ്ററൽ ആസ്ഫിക്സിയ എന്നൊക്കെ പറയും. സാധാരണഗതിയിൽ മദ്യപിച്ചിട്ട് അണ്ടർ എന്ന് വെച്ചാൽ ഒരു ബ്രെയിനിൻ്റെ നമ്മളെ കൺട്രോൾ മുഴുവൻ പോകുന്ന കണക്കുള്ള മദ്യപിച്ചിട്ട് കിടക്കുമ്പോഴാണ്. നമ്മൾ പല കേസിലും കണ്ടിട്ടുണ്ട് ബോഡി ഇങ്ങനെ പകുതി മദ്യപിച്ചിട്ട് കിടന്നതായിരിക്കും, ബോഡി പകുതി തല മാത്രം താഴേക്ക് കട്ടിലിൽ നിന്ന് പുറത്തേക്ക് വീണ് അങ്ങനെ മരിച്ച് കിടക്കുന്ന കേസുകൾ, അങ്ങനത്തെ കേസുകളുണ്ട്. അതിനൊക്കെ വേറെ മരണകാരണമൊന്നും കാണത്തില്ല. ബ്ലഡിൽ ആൽക്കഹോൾ നല്ല കൂടുതലായിരിക്കും. ആൽക്കഹോളിൻ്റെ മരണകാരണമാകാവുന്ന ലെവലിൽ ആൽക്കഹോളും ഇല്ല. അതായത് ബ്ലഡിലൊരു 400 മില്ലിഗ്രാം പെർസെൻറ്റേജ്, നമ്മൾ 100 ml 400 മില്ലിഗ്രാം ഉണ്ടെങ്കിലാണ് നമ്മൾ മരണകാരണമാകുന്ന ലെവലെന്ന് പറയുന്നത്. പക്ഷേ ഇത് മരണകാരണമാകുന്ന ലെവലില്ല. പക്ഷേ അയാളുടെ നോർമൽ കപ്പാസിറ്റി, ഇതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്ന കപ്പാസിറ്റി, ബ്രെയിനിൻ്റെ കപ്പാസിറ്റി പോയിരിക്കുകയായിരുന്നു. കാരണം ആൽക്കഹോൾ എന്ന് പറയുന്നത് ബ്രെയിനിനെ മന്ദീഭവിപ്പിക്കുന്ന ഒരു ഏജൻ്റാണ്. ആൽക്കഹോൾ കഴിച്ചാൽ നമ്മുടെ ബ്രെയിനിനെ ഡിപ്രസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബ്രെയിനിൻ്റെ ആക്ഷൻസ് നോർമലി നടക്കത്തില്ല. അപ്പം നമ്മളെല്ലാം വിചാരിക്കും ആൽക്കഹോൾ കഴിക്കുന്നവർ പെട്ടെന്ന് പാട്ട് പാടുന്നു, കരയുന്നു, സന്തോഷിക്കുന്നു, അതെന്താണ്? അതായത് ഈ ആൽക്കഹോൾ നമ്മുടെ ഫ്രോണ്ടൽ ലോബ്, അതായത് നെറ്റിയുടെ പുറകിൽ വരുന്ന ഫ്രോണ്ടൽ ലോബിനെയാണ് ആദ്യം അഫക്റ്റ് ചെയ്യുന്നത്. ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ ഈ നോർമലി സോഷ്യലി അക്സെപ്റ്റബിളായ രീതിയിൽ പെരുമാറുന്നത്. ആ ഫ്രോണ്ടൽ ലോബ് ശരിക്കും ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് അഡോളസൻസ് അഡ്വഞ്ചറസ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. അവർക്ക് ആ തിങ്കിങ്ങിൻ്റെ അങ്ങനെ നമ്മുടെ ബിഹേവിയറിന് ഒരു ഇൻഹിബിറ്ററി കൺട്രോളാണ് ഫ്രോണ്ടൽ ലോബ്സിനുള്ളത്. അപ്പം നമ്മൾ മദ്യം കഴിക്കുമ്പം ചെറിയ അളവിൽ അത് ആദ്യം പോകുന്ന ഈ ഫ്രോണ്ടൽ ലോബിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രോണ്ടൽ ലോബിൻ്റെ പ്രവർത്തനം മന്ദീഭവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ഇമോഷൻ കൺട്രോൾ പോയ കണക്ക് നമ്മൾ ബിഹേവ് ചെയ്യുന്നത്. അത് എല്ലാവരും പറയത്തില്ല, ഇൻഹിബിഷൻസ് ഇല്ലാത്ത കണക്ക് പെരുമാറുന്നു. പാട്ട് പാടാൻ ഒരു കഴിവില്ലാത്തവർ പാട്ട് പാടുന്നു, പിന്നെ എവിടെ നിന്ന് മൂത്രം ഒഴിക്കുന്നു, എന്ത് വേണേ ചെയ്യുന്നു എന്നുള്ള ഇത് വരുന്നത് ആ ഫ്രോണ്ടൽ ലോബിന്റെ കൺട്രോൾ പോകുന്നുണ്ട്. അത് അടുത്ത ലെവലാകുമ്പോൾ നമ്മുടെ സെറിബെല്ലത്തിനെ കൺട്രോൾ പോകും. സെറിബെല്ലത്തിനെ കൺട്രോൾ പോകുമ്പോഴാണ് ബട്ടൺ ഇടാൻ പറ്റുന്നില്ല. ഈ കോമഡി വീഡിയോസൊക്കെ ചെയ്യുന്നവർ അതല്ലേ കാണിക്കുന്ന, ബട്ടൺ ചെയ്യാൻ പറ്റുന്നില്ല, ചെരുപ്പിടാൻ പറ്റുന്നില്ല. എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ അവർക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ഇത് പോലും കാണില്ല. അവർക്ക് ഒരു പൊസിഷൻ, ലോക്കൗട്ട് പൊസിഷനിലായി, കട്ടിലിൽ നിന്ന് പകുതി പുറത്താ, അപ്പം ശ്വാസം മുട്ടലൊക്കെ വരുന്നെങ്കിലും അവർക്ക് അതിനോട് പ്രതികരിക്കാൻ പറ്റത്തില്ല. വേണ്ട രീതിയിൽ പ്രതികരിക്കാൻ പറ്റാതെ പോകും. ഈ ഡ്രൈവിങ്ങും ഇതാണ് പ്രശ്നം. ചെറിയ രീതിയിലാണ് മദ്യം കഴിച്ചിരിക്കുന്നെങ്കിൽ നമുക്കൊരു ഓവർ കോൺഫിഡൻസാ. പിന്നെ നമുക്കെതിരെ വരുന്ന വണ്ടി എത്ര ദൂരെ നിന്നാണെന്നുള്ള അസസ്മെന്റ്, അതാണല്ലോ ഡ്രൈവിങ്ങിൽ വേണ്ട. കൃത്യമായ അസസ്മെന്റും അപ്പം ബ്രേക്ക് അപ്ലൈ ചെയ്യണം. അങ്ങനത്തെ ആ ഒരു അസസ്മെന്റും അതിൻ്റെ കൂടെയുള്ള പ്രവർത്തനവും, അതായത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നു നമ്മൾ എതിരെ വണ്ടി വരുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ആൾക്കൂട്ടം കാണുന്നു, അല്ലെങ്കിൽ അവിടെ ഒരു ജംഗ്ഷനാണ്, ഞാൻ ബ്രേക്ക് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ ബ്രേക്ക് കൊടുക്കണമല്ലോ. അതായത് തിങ്കിങ്ങും ആ റിയാക്ഷനും തമ്മിലുള്ള ആ ടൈം ഗ്യാപ്പ് കൂടും ആൾക്ക് മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പം. നമ്മൾ ഓവർ കോൺഫിഡൻ്റ് ആയിരിക്കും, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് ഓടിക്കും. പക്ഷേ നമ്മുടെ ആ ചിന്തയും ആ റിയാക്ഷനും തമ്മിൽ, അതായത് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത് പ്രൊലോങ് ചെയ്യും. അപ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യത്തില്ല, കൺട്രോളിൽ നിൽക്കത്തില്ല, വണ്ടി
എവിടെയെങ്കിലും പോയി ഇടിക്കും. അങ്ങനെ ആക്സിഡൻസ് പറ്റും. അതുകൊണ്ടാണ് മദ്യപിച്ചിട്ട് വരുമ്പോൾ ആക്സിഡൻസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതിൻ്റെ ഒരു കാരണം അതാണ്. അപ്പോൾ ഈ മദ്യപിച്ചിരിക്കുന്ന ആളിന് സ്വയമായിട്ടുള്ള ചിന്തശേഷിയും പോവും, ഈ റെസിസ്റ്റ് ചെയ്യാനുള്ള ശേഷിയും പോവും. വേറൊരു കേസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ചെറിയൊരു കട, നമുക്കറിയാമല്ലോ നാട്ടിലെ മുറുക്കം കടകളിൽ അവർക്ക് ഭരണിയൊക്കെ വെക്കുന്ന ഒരു സ്ഥലം കാണും, ഒരു ബെഞ്ച് കാണും, അതിൻ്റെ ഇടയിൽ കഷ്ടിച്ചൊരാൾക്ക് നിൽക്കാനുള്ള സ്ഥലമേ കാണും, നാട്ടുംപുറങ്ങളിലെ കട. അങ്ങനത്തെ ഒരു കടയിൽ ആ ബെഞ്ചിൻ്റെയും ഈ ഭരണി വെക്കുന്നതിൻ്റെ ഇടയിൽ ഒരാൾ വീണ് ഇതുപോലെ മരിച്ചു കിടക്കുന്നു. അവിടെ ആരും കേരളത്തിൽ അങ്ങനെ വീഴില്ല എന്നാണ് പോലീസ് പറയുന്നത്. നാട്ടുകാർക്ക് മൊത്തം സംശയമാണ് ഇതാരോ കൊന്ന് അവിടെ കൊണ്ടുവച്ചത്. പക്ഷെ അത് ഇതുപോലെയായിരുന്നു, വേറെ ഇഞ്ചുറി ഇല്ല, ആൽക്കഹോളിൻ്റെ സ്മെല്ലുണ്ട്, മരണകാരണം വേറെ ഒന്നുമല്ല, ഇതുപോലെ പോസ്ചറൽ ആസ്ഫിക്സിയ, അതാണ് അതിന് പറയുന്നത്. ഇപ്പോൾ ഓക്വേർഡ് പോസ്ചർ കൊണ്ടുവരുന്ന ശ്വാസതടസ്സം വന്ന് മരിക്കുന്നതാണ് ആ കേസിൽ.